കോപാഗ്നിയാൽ മധുര കത്തിച്ച കണ്ണകി. തമിഴ് പൗരാണിക സാഹിത്യത്തിലെ ഏറ്റവും പ്രൗഢോജ്വല കൃതിയാണ് ഇളങ്കോവടികൾ എഴുതിയ ചിലപ്പതികാരം. കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരം ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടുകയും തെക്കേ ഇന്ത്യയിലെ അനശ്വര കൃതിയായി മാറുകയും ചെയ്തു. സ്നേഹവും പ്രണയവും ചതിയും പ്രതികാരവുമെല്ലാം പ്രമേയമാകുന്ന കൃതിയാണിത്. തമിഴകത്തെ പുഹാർ എന്ന പട്ടണത്തിൽ ഒരു സമ്പന്ന വ്യവസായിയുടെ മകനായാണ് കോവലൻ ജനിച്ചത്. സൗന്ദര്യം കൊണ്ടും സ്വഭാവശുദ്ധി കൊണ്ടും ധാർമ്മിക ചിന്ത കൊണ്ടും പാതിവൃത്യം കൊണ്ടും ഉത്തമയായ കണ്ണകിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. പട്ടണവാസികൾ ആ യുവദമ്പതികളുടെ ജീവിതത്തെ എപ്പോഴും പ്രശംസിച്ചിരുന്നു. ഇതുപോലൊരു ഭർത്താവും ഭാര്യയും ലോകത്ത് വേറെ ഉണ്ടാകില്ലെന്ന് പട്ടണവാസികൾ എപ്പോഴും പറഞ്ഞു. എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു അവരുടെ ജീവിതം. ജീവിതം മനോഹരമായി ഒഴുകുന്നതിനിടെയാണ് ദുർവിധി ഇവരെ തേടിയെത്തിയത്. മാധവി എന്ന സുന്ദരിയായ നർത്തകിയെ കോവലൻ ഇതിനിടെ പരിചയപ്പെട്ടു. മാധവിയുടെ ആകാരവടിവും അവളണിയുന്ന നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങളുമെല്ലാം കോവലനെ വല്ലാതെ ആകർഷിച്ചു. ഒരു വിവാഹേതര പ്രണയം അവിടെ പൊട്ടിമുളച്ചു. നർത്തകിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച കോവലൻ വീട്ടിൽ തന്റെ കാര്യം മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ഭാര്യയെ മറന്നു. വില കൂടിയ പണവും സമ്മാനങ്ങളും ഇടതടവില്ലാതെ കോവലൻ മാധവിയുടെ വീട്ടിലെത്തിച്ചു. കണ്ണകി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇതിനിടെ കോവലൻ മാധവിക്കൊപ്പം താമസവും തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും പിതൃസ്വത്തായി തനിക്ക് ലഭിച്ച ധനമെല്ലാം കോവലിന് നഷ്ടമായി. കണ്ണകിയെക്കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. തിരികെ പോകാനും ക്ഷമ പറയാനും അദ്ദേഹം തീരുമാനിച്ചു. അപ്രകാരം വീട്ടിലെത്തിയ കോവലനോട് കണ്ണകി ക്ഷമിക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. സ്വത്തുക്കളെല്ലാം നഷ്ടമായിരുന്നു അപ്പോഴേക്കും. പുഹാർ പട്ടണത്തിൽ നിന്നും പാണ്ഡ്യ രാജവംശത്തിന്റെ ആസ്ഥാനമായ മധുര നഗരിയിലേക്ക് പോകാൻ കോവലനും കണ്ണകിയും തീരുമാനിച്ചു. പക്ഷേ പുതിയൊരു ജീവിതത്തിന് മൂലധനമായി എന്തെങ്കിലും വേണം. കണ്ണകി അതിനും ഒരു വഴി കണ്ടെത്തി. അനേകം മാണിക്യക്കല്ലുകൾ അടങ്ങിയ തന്റെ പൊന്നിൻ ചിലമ്പ് അവർ കോവലന് നൽകി. അത് വിൽക്കാനായി കോവലൻ മധുരയിലെ ഒരു സ്വർണ്ണ വ്യാപാരിയുടെ അടുത്തെത്തി. വീണ്ടും ദുർവിധി വേട്ടയാടാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പാണ്ഡ്യ രാജാവായ നെടുഞ്ചേഴിയാനായിരുന്നു അന്ന് ഭരണം. അദ്ദേഹത്തിന്റെ റാണിയുടെ ചിലമ്പ് ആയിടെ നഷ്ടപ്പെട്ടിരുന്നു. കണ്ണകിയുടെ ചിലമ്പ് പോലെ തന്നെ ഇരിക്കുന്നതായിരുന്നു ആ ചിലമ്പും. സ്വർണ്ണ വ്യാപാരി അത് മുൻപ് കണ്ടിട്ടുമുണ്ടായിരുന്നു. കോവലൻ റാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചു വിൽക്കാനെത്തിയതാണെന്ന് വ്യാപാരി കരുതി. കൂടുതൽ ചോദിക്കാനോ പറയാനോ നിൽക്കാതെ വ്യാപാരി രാജാവിനെ വിവരമറിയിച്ചു. രാജാവും കൂടുതൽ വിചാരണയ്ക്കൊന്നും നിൽക്കാതെ കോവലനെ കുറ്റക്കാരനെന്ന് വിധിച്ചു. തന്റെ ഭാഗം പറയാൻ പോലും കോവലന് അവസരം കിട്ടിയില്ല. രാജാവ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധി രാജശാസനത്താൽ കൊല്ലപ്പെട്ടു. ഭർതൃവിയോഗത്താലും കോവലിന് നേരിടേണ്ടി വന്ന അനീതിയെ ഓർത്തും കണ്ണകിയുടെ മനസ്സ് തകർന്നു. താമസിയാതെ ദുഃഖം കോപത്തിലേക്കും നീണ്ടു. കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ ചിലമ്പും കയ്യിലേന്തി അവർ രാജധാനിയിലേക്ക് നടന്നു. രാജാവിന്റെ മുൻപിൽ ഉരച്ച കാൽവെപ്പുകളോടെ അവർ ചെന്നെത്തി. കൃത്യമായ വിചാരണ കൂടാതെ തന്റെ ഭർത്താവിനെ കൊന്നതെന്തിനാണെന്ന് അവർ രാജനോട് ഉറക്കി ചോദിച്ചു. ശേഷം തന്റെ ചിലമ്പ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് പൊട്ടിത്തകർന്നു. അതിൽ നിന്ന് മാണിക്യക്കല്ലുകൾ പുറത്തു ചാടി. രാജാവിന് അപ്പോഴാണ് സത്യസ്ഥിതി മനസ്സിലായത്. റാണിയുടെ ചിലമ്പിൽ മാണിക്യങ്ങളല്ല, മറിച്ച് മുത്തുകളാണുണ്ടായിരുന്നത്. തനിക്ക് തെറ്റുപറ്റിയതറിഞ്ഞ അദ്ദേഹം മോഹാലസ്യപ്പെട്ടു വീണു. റാണിയും ദുഃഖിതയായി. എന്നാൽ കണ്ണകിയുടെ കോപം ശമിച്ചിരുന്നില്ല. നിരപരാധിയായ തന്റെ ഭർത്താവിനെ കൊന്ന മധുരാ നഗരം എരിഞ്ഞടങ്ങട്ടെയെന്ന് ആ സ്വാധി ശപിച്ചു. തന്റെ സ്ഥലങ്ങളിലൊന്ന് പറിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു ആ ഉഗ്രശാപം. ശാപത്തീയിൽ മധുര എരിഞ്ഞു. കെട്ടിടങ്ങൾ വെന്തുവെണ്ണീറായി. എങ്ങും നാശനഷ്ടങ്ങൾ മാത്രം. ഒടുവിൽ നഗരത്തിന്റെ ദേവതയായ മധുര മീനാക്ഷി ദേവി കണ്ണകിയെ സമാധാനിപ്പിക്കുകയും ശാപം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കണ്ണകി ഇതനുസരിച്ചതോടെ തീയടങ്ങി. കണ്ണകിക്ക് മോക്ഷം ലഭിക്കുകയും അവരൊരു ദേവിയായി മാറുകയും ചെയ്തു.